ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. ഇതൊരു വല്ലാത്തൊരു മാനസിക തലമാണ്. അത്തരം കുട്ടികളെ ഒരു അധ്യാപകനും കാണാതെ പോയിട്ടുണ്ടാവില്ല. നമ്മളൊരു കാര്യം പറഞ്ഞു വരുമ്പോഴേക്ക് അപ്പം തന്നെ അവിടെ എത്തിയിട്ടുണ്ടാവും. നമ്മളൊരുവിടെ തിരുത്തി കഴിഞ്ഞാൽ അവിടെ ഇരിക്കില്ല. അവിടെ നിന്ന് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടാവും. അവനങ്ങനെ ശബ്ദങ്ങൾ ഒച്ചപ്പാടുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇത്തരം കുട്ടികൾ എന്തായാലും ഒരു അധ്യാപകൻ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അവരോട് നമ്മൾ ശാസന കൊണ്ട് അവരുടെ മൈൻഡിൽ ഇടം നേടാൻ നമുക്ക് സാധിച്ചോളുന്നില്ല. നിഷേധാത്മക കാര്യങ്ങൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഉപദേശങ്ങൾക്ക് വഴിയേ ഇല്ല. അതുകൊണ്ട് ഒരു ഫലം ഉണ്ടാവില്ല. നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക അവരെ കൃത്യമായ രീതിയിൽ ചേർത്ത് പിടിക്കേണ്ട രീതി നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നമ്മളവർക്ക് ചെയ്യേണ്ടത് ഒരു ത്രികോണം, ഒരു സ്ക്വയർ, അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്റ്റാറുകളൊക്കെ ഡ്രോയിങ് ചെയ്തിട്ട് അത് കളർ ചെയ്യാൻ പറയാം. അത് ആ ഒരു കളറിങ് ഇപ്പോൾ സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് പെയിൻറ്റിങ് പോവാതെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നിനക്ക് ഗിഫ്റ്റ് തരും കേട്ടോ, ഈ ഒരു ടാസ്ക് നീ കംപ്ലീറ്റ് ചെയ്താൽ നിനക്ക് സമ്മാനമുണ്ട് എന്ന് പറഞ്ഞ് ഒരു ആക്ടിവിറ്റി കൊടുക്കണം. അവന് പെയിൻറ്റിങ് കൊടുക്കണം, അവൻ എന്തെങ്കിലും വർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആ ഒരു തലത്തോട്ട് അവനെ ഒരു വർക്ക് ഹോളിക് ലെവലിലോട്ട് അവനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ആ കാര്യങ്ങൾ അവന് ചെയ്യും. അപ്പോൾ അത്തരം കുട്ടികളെ, ഈ രീതിയിലുള്ള കുട്ടികളെ ഇവിടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓറൽ സൈഡിൽ നിന്ന് നമ്മളൊരു പ്രാക്ടിക്കൽ സൈഡിലോട്ട് ഇന്ന ടാസ്ക് കംപ്ലീറ്റ് ആക്കുന്നതിൻ്റെ ഒരു ചിത്രവും കൊടുത്തിട്ട് കൃത്യമായ രീതിയിൽ ഒരു പ്ലാന് കൊടുത്ത് ഇത് കംപ്ലീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിനക്ക് ഇന്നതുണ്ട് കേട്ടോ എന്ന് പറഞ്ഞൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കൂ. വളരെ എഫക്റ്റീവാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ. സന്തോഷം. താങ്ക് യു.